ഹായ് ഓൾ, നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് പറയുന്നത്. ഇനി നിങ്ങൾ മുട്ടക്കറി വെക്കാൻ നേരം ഈ രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഉറപ്പായിട്ട് സ്കിപ്പ് തന്നെ കാണുക. ഒരു 4 മുട്ടയാണ് നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞത് ചതച്ചതാണ് ഇട്ട് കൊടുക്കുക. ഒരു 5 ചെറിയ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചതച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 സബോള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്താണ് അത് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഗ്യാസ് നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മളൊരു 10-12 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ടിട്ട് നല്ലതായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു അരമുറി തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഗ്യാസ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഏകദേശം ഒന്ന് ആവിയിൽ വഴന്ന് കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുത്താൽ മതിയാവും. നല്ലതായിട്ട് തന്നെ ഇതുപോലെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മളിത് മേടിച്ച് പൊടിച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഇതിന് അര ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലയുടെ ഇത് ടേസ്റ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടാം. അപ്പോൾ നമുക്ക് കറി നല്ലതായിട്ട് കൊഴുപ്പായിട്ട് തന്നെ കിട്ടും. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിം വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പൊടിയേറ്റമൊക്കെ കരിഞ്ഞു പോരത്തില്ല. അപ്പം നമ്മൾ ഒരു അരമുറി തക്കാളി ഇതുപോലെ ഞാൻ മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയുടെ ഈ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നത് കറിയുടെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തക്കാളി പേസ്റ്റാക്കി ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് നമുക്കൊന്ന് ലോ ഫ്ലെയിം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയുടെ ഈ ഒരു പേസ്റ്റ് കൂടി ചേർക്കുമ്പം കറിയുടെ ആ ഒരു രുചി തന്നെ മാറും. അതാണ് ഞാൻ പറഞ്ഞത്. അതിലേക്ക് ഞാനൊരു 1.25 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത്രയും ആ ഒരു ഗ്രേവിക്കും ഇത്രയും ഒരു 4 മുട്ടയ്ക്ക് ഇത്രയും ഗ്രേവിയുടെ തിക്നെസ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഒത്തിരി വെള്ളം ചേർത്താൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നല്ലതായിട്ട് എന്നിട്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ മുട്ട ഇതുപോലെ നമ്മളൊന്ന് മുറിച്ച് പകുതിയായിട്ട് മുറിക്കേണ്ട, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് മസാല പിടിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്താൽ മതി. കാരണം ഞാൻ മുട്ടക്കറി വെക്കാൻ നേരം നേരത്തെയൊക്കെ മുട്ടക്കറി വെക്കാൻ നേരം മുറിച്ചിടുമായിരുന്നു. മുറിച്ചിട്ട് കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുട്ട ചിലതിന് ഉണ്ണി അകത്ത് കാണും, ചിലതിന് ഉണ്ണി നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് അങ്ങ് വീണ് കഴിയുമ്പോൾ പിന്നെ അത് എടുക്കാൻ നേരം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മുട്ട മുങ്ങി ഞാൻ കിടന്നോളുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇപ്പം കറി വെക്കുന്നത്. നേരത്തെയൊക്കെ മുട്ട മുറിച്ചിടുമായിരുന്നു. മുട്ട മുറിക്കുമ്പോൾ ചിലർക്ക് കൊടുക്കാൻ നേരം മുട്ട ഉണ്ണി അകത്തന്നെ ഉള്ളത് കിട്ടും. ചിലർക്ക് കൊടുക്കാൻ നേരം വെള്ള വേറെ ഉണ്ണി അതിനകത്ത് ഗ്രേവിക്കകത്ത് മുങ്ങി കിടക്കും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്താൽ മസാല പിന്നെ അതിനകത്തോട്ടങ്ങ് നമ്മൾ മുറിച്ചിട്ടതിനകത്തോട്ടങ്ങ് കയറിക്കോളും. അപ്പം കുഴപ്പമില്ല. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ലതായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അതിന് ശേഷം നമുക്കിനിയും തേങ്ങ ഏകദേശം ഒരു അരമുറി തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയാണ്, അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. കാരണം ഈ 4 മുട്ടക്കറിക്കുള്ള ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതുകൂടെ നല്ലതായിട്ട് തന്നെ തേങ്ങ നല്ലതായിട്ട് അരച്ചിട്ട് ഇതുപോലെ തേങ്ങ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഉറപ്പായിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ തേങ്ങ ഒഴിക്കാവൂ. തേങ്ങ ഒഴിച്ചതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. കാരണം ഒത്തിരി തേങ്ങ ഒഴിച്ചതിന് ശേഷം ഈ ഗ്രേവി തിളക്കില്ല. തിളച്ച് കഴിഞ്ഞാൽ ഈ മുട്ടക്കറി പിരിഞ്ഞു പോകും. അപ്പം പിന്നെ
കറി അഴുക്കാവും. അതുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് നമുക്ക് നിർത്താവുന്നതാണ്. ഗ്യാസ് നിർത്തിയതിന് ശേഷം നമുക്കിനി ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കുക. ഇനി നമുക്ക് ഇവിടെ ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഒരു സ്വല്പം 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തു. നമുക്ക് ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചപ്പം തന്നെ നമുക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാമായിരുന്നു. ഞാൻ പക്ഷേ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും അവസാനമാണ് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് വറ്റൽമുളക് ഇതുപോലെ മൂപ്പിച്ച് ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ ഒഴിച്ചത്. നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ നേരം കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ വറ്റൽമുളകും ആ സമയത്ത് തന്നെ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മുട്ടക്കറി തേണ്ട ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്ന് അടച്ച് വെക്കുക. പിന്നെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടൊരു മുട്ടക്കറി തന്നെയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ നേരം ഈ രീതിയിൽ തന്നെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് ഇത് വലിയ യെല്ലോ കളർ മുട്ടക്കറിയാണ്. ഇത് നമുക്ക് ഒത്തിരി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത്. അപ്പോൾ നമുക്കിതിനകത്ത് ഒത്തിരി എരിവില്ല ഇതിനകത്ത്. അതാണ് ഇതിനകത്ത് പ്രത്യേകത. അപ്പം പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും നല്ലതായിട്ട് തന്നെ ചപ്പാത്തിയിലൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. താങ്ക് യു.